കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ശാലിനി ഉറങ്ങിക്കിടക്കുന്ന സത്യമോളുടെ അരികിൽ ഇരുന്ന് പണ്ടത്തെ കാര്യങ്ങളും വിഷ്ണു സത്യഭാമക്ക് ശാലിനി ഇനി കാണില്ല എന്ന് പറഞ്ഞ് സത്യം ചെയ്ത് കൊടുത്ത ആ സംഭവങ്ങളൊക്കെ ഓർക്കുവാണ്. ഇതേ സമയം വിഷ്ണുവും അവിടെ പപ്പിമോളുടെ അരികിലിരുന്ന് ശാലിനിയെക്കുറിച്ച് തന്നെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുവാണ്. അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന ശാലിനിയാണ്. അന്നേരം ശാലിനി മനസ്സിലിങ്ങനെ വിഷ്ണുവിനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുക. വിഷ്ണുവേട്ടാ, സത്യം പറഞ്ഞാൽ വിഷ്ണുവേട്ടനെ കാണാൻ എൻ്റെ ഹൃദയം തുടിക്കുന്നുണ്ട്. വിഷ്ണുവേട്ടൻ്റെ അരികിലേക്ക് ഓടിയെത്താനും ആ സ്വരം ഒന്ന് കേൾക്കാനും എൻ്റെ ഉള്ളിൽ എത്രത്തോളം തുടിക്കുന്നുണ്ടെന്ന് വിഷ്ണുവേട്ടൻ അറിയുന്നുണ്ടോ? അങ്ങനെയൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് കാറിലിരിക്കുമായിരിക്കും ശാലിനി. ഇതേ സമയം തന്നെ ജീപ്പ് ഓഫായി പോയത് കാരണം വിഷ്ണു അവിടെ അതിൻ്റെ ബോണറ്റൊക്കെ പൊക്കി നോക്കി. എന്താ പ്രശ്നം നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഈ സമയം ശാലിനിയുടെ കാറ് വിഷ്ണുവിൻ്റെ ജീപ്പിൻ്റെ അരികിലൂടെ പോകുവാണ്. ഈ സമയം ശാലിനി അവിടെ ജീപ്പ് ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന വിഷ്ണുവിനെ കാണുവാണ്. അങ്ങനെ അത് കാണുമ്പോൾ ഡ്രൈവറോട് വണ്ടി നിർത്താൻ പറയണേ. നിർത്ത് രാമേട്ടാ, വണ്ടിയൊന്ന് നിർത്തിക്കേ. അങ്ങനെ പറഞ്ഞ ശാലിനി ആ ഒരു കാറിൻ്റെ ചില്ല് താഴ്ത്തി വിഷ്ണുവിനെ ഇങ്ങനെ നോക്കുവാണ്. വിഷ്ണുവിനെ കാണുമ്പോഴേക്കും ശാലിനിക്കാണെങ്കിൽ ഒത്തിരി സന്തോഷവുമാണ്. തൻ്റെ മനസ്സ് ആഗ്രഹിച്ചപ്പോൾ തന്നെ വിഷ്ണുവായിട്ട് മുമ്പിലെത്തിയല്ലോ എന്ന് പറഞ്ഞ് ശാലിനി സന്തോഷിക്കുവാണ്. ഈ സമയം വിഷ്ണു ആണെങ്കിൽ അവിടെ വണ്ടി നന്നാത്ത കാരണം ആ വെയിലത്ത് നിന്ന് കഷ്ടപ്പെടുന്നത് ശാലിനി കാണുവാണ്. വിഷ്ണു തൻ്റെ കയ്യിൽ ടവലൊക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിലെ പൊടിയൊക്കെ തട്ടുന്നുണ്ട്. എന്നിട്ട് ടവൽ തിരിച്ച് പോക്കറ്റിൽ വെക്കാൻ നേരം അത് താഴെ വീണു പോകുവാണ് കേട്ടോ. അതൊക്കെ ശാലിനി കാണുവാണ്. ഈ സമയം ശാലിനി ഡ്രൈവറോട് പറയണേ, രാമേട്ടന് വണ്ടി നന്നാക്കാനൊക്കെ അറിയോ? അന്നേരം രാമേട്ടൻ പറഞ്ഞേ, അതെന്ത് ചോദ്യം മോളെ, ഞാൻ ഈ ഡ്രൈവർ പണിക്ക് വരുന്നതിന് മുമ്പ് വർക്ക്ഷോപ്പിലൊക്കെ പണി ചെയ്തിട്ടുണ്ട്. അന്നേരം ശാലിനി പറയണേ, ആണോ രാമേട്ടാ, ദേ അവിടെ ഒരാൾ, അയാളുടെ വണ്ടി ഓഫായി തോന്നുന്നു, കുറേ നേരം ശ്രമിക്കുവാണെന്ന് തോന്നുന്നു, രാമേട്ടൻ ഒന്ന് ചെന്ന് നോക്കാവോ? അതിനെന്താ മോളെ, ഞാൻ ദേ ഇപ്പം നോക്കിയിട്ട് വരാം. അങ്ങനെ പറഞ്ഞ് രാമേട്ടൻ ഡോർ തുറന്നു പോയി വിഷ്ണുവിൻ്റെ അരികിലേക്ക് ചെല്ലുക. മോനെ, എന്തു പറ്റി? അന്നേരം വിഷ്ണു പറഞ്ഞേ, അത് പിന്നെ വണ്ടി ഓഫായി പോയി, ഞാൻ കുറേ നേരം നോക്കുന്നു, പക്ഷെ ശരിയാവുന്നില്ല. അന്നേരം രാമേട്ടൻ പറയണേ, ഞാനൊന്ന് നോക്കട്ടെ മോനെ. അതിനെന്താ, നോക്കിക്കോ. അങ്ങനെ രാമേട്ടൻ അതൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നൊക്കെയുണ്ട്. ഈ സമയം കാറിലിരുന്ന് ശാലിനി വിഷ്ണുവിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ വണ്ടി ശരിയാക്കിയിട്ട് രാമേട്ടൻ പറയണേ, ഇനി മോനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയേ. അങ്ങനെ വിഷ്ണു പോയി സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ വണ്ടി ഓണാകുവാണ് കേട്ടോ. അതാണുമ്പോൾ വിഷ്ണുവിന് സന്തോഷമാകുവാണ്. ശാലിനിക്ക് ഒത്തിരി സന്തോഷമാകുക. അന്നേരം വിഷ്ണു രാമേട്ടനോട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ രാമേട്ടൻ പറയണേ, അയ്യോ മോനെ, എന്നോടല്ല താങ്ക്സ് പറയേണ്ടത്, മാഡത്തിനോടാ. എനിക്ക് മാഡം എൻ്റെ മോളെ പോലെ തന്നെയാണ്. മോളാ പറഞ്ഞത് മോനിവിടെ വണ്ടി കേടായി നിന്ന് വിഷമിക്കുന്നത് കാരണം ഒന്ന് ചെന്ന് സഹായിക്കാൻ. അന്നേരം വിഷ്ണു പറയണേ, ആണോ, എന്നാൽ ശരി, ഞാൻ ആ മാഡത്തിന് നേരിട്ട് തന്നെ കണ്ടൊരു നന്ദി പറയാം. അങ്ങനെ പറഞ്ഞ് വിഷ്ണു ജീപ്പിൽ നിന്ന് ഇറങ്ങി ശാലിനിയുടെ കാറിന് നേരെ വരുവാണ്. ഇത് കാണുന്നതും ശാലിനി അങ്ങ് പേടിച്ചു പോകുക. ഈശ്വര, വിഷ്ണുവേട്ടൻ ഇങ്ങോട്ടേക്കാണല്ലോ വരുന്നത്. അങ്ങനെ പറഞ്ഞ് കാറിൻ്റെ ഗ്ലാസ്സൊക്കെ കയറ്റി വിടുവാണ് കേട്ടോ. ഈശ്വര, ഇനി എന്ത് ചെയ്യും, എല്ലാം തീർന്നു. അങ്ങനെ പറഞ്ഞ് ശാലിനി അതിൻ്റെ ഉള്ളിൽ പേടിച്ചിരിക്കുമായിരിക്കും. പെട്ടെന്ന് വിഷ്ണു കാറിൻ്റെ അവിടെ എത്തുമ്പോഴേക്കും ഒരു പോലീസുകാരൻ ഓടി വരണേ. അതെ, ഈ ജീപ്പ് ആരുടെയാ? എൻ്റെ ആണെന്ന് വിഷ്ണു പറയുമ്പോൾ ആ പോലീസുകാരൻ പറയണേ, ദേ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറണം, ഗവർണർ വരുന്നുണ്ട്. അങ്ങനെ വിഷ്ണു ജീപ്പ് മാറ്റാനായിട്ട് തിരികെ ജീപ്പിൻ്റെ അരികിലേക്ക് പോകുവാണ്. ഈ സമയം രാമേട്ടൻ കാറിൽ കയറുന്നുണ്ട്. അന്നേരം ശാലിനി പറയണേ, രാമേട്ടാ വേഗം വണ്ടി എടുത്തോ. അങ്ങനെ ശാലിനി അവിടെ നിന്ന് കാർ എടുത്ത് പോകുവാണ്. ഈ സമയം വിഷ്ണു ജീപ്പ് കുറച്ച് മുന്നോട്ട് മാറ്റി നോക്കുമ്പോഴേക്കും ആ കാറ് കാണുന്നില്ല കേട്ടോ. അന്നേരം വിഷ്ണു പറയണേ, അയ്യോ അവർ പോയോ, ശേ, ഒരു നന്ദി വാക്ക് പോലും പറയാൻ പറ്റിയില്ലല്ലോ. എന്നാലും എന്നെ സഹായിക്കാൻ പറഞ്ഞ മേഡം ആരായിരിക്കും? അങ്ങനെ പറഞ്ഞ് വിഷ്ണുവിടെ ആലോചിച്ച് നിൽക്കുവാണ്. പിന്നീട് കാറിൽ പോകുന്ന ശാലിനിനെ ഉണ്ടോ കാണിക്കുന്നത്. ഈ സമയം ശാലിനി പെട്ടെന്ന് വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്നും വീണുപോയ ആ ടവലിൻ്റെ കാര്യം ഓർക്കുവാണ്. അങ്ങനെ രാമേട്ടനോട് കാർ തിരിച്ചെടുക്കാൻ പറയുവാണ്. അങ്ങനെ കാർ തിരിച്ച് വിഷ്ണുവിൻ്റെ ജീപ്പ് കേടായി കിടന്ന ആ സ്ഥലത്തെത്തുവാണ് കേട്ടോ. ആ സമയം ശാലിനി കാറിൽ നിന്ന് ഇറങ്ങി ആ റോഡിൽ കിടക്കുന്ന ടവലെടുക്കുവാണ്. ആ ടവലെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിക്കുവാണ്. ഈ സമയം പണ്ട് വിഷ്ണു ശാലിനി മൊത്തമുള്ള നല്ല നല്ല നിമിഷങ്ങളൊക്കെ ശാലിനി ഓർക്കുവാണ്. അങ്ങനെ ആ ടവലും കൊണ്ട് ശാലിനി കാറിൽ കയറി പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് രാത്രി ശാലിനിയുടെ ആ ഒരു കൊലുസുണ്ടല്ലോ, അതും കൈ പിടിച്ച് ശാലിനിയെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്ന വിഷ്ണുവിനെയാണ്. വിഷ്ണു പറയുക, ശാലിനി, താനത് എവിടെയാ? 6 വർഷം കടന്നുപോയി, എപ്പോഴാണ് താൻ എൻ്റെ അരികിലേക്ക് വരുന്നത്? എന്നാ എനിക്ക് തന്നെ ഒന്ന് കാണാൻ പറ്റുന്നത്? അങ്ങനെയൊക്കെ പറഞ്ഞ് ആ പാദസരത്തിൽ നോക്കി പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത് സങ്കടപ്പെടുവാണ് വിഷ്ണു. ഇതേസമയം ശാലിനിയും കുടുംബശ്രീ വീട്ടിലെ വരാന്തയിലിരുന്ന് വിഷ്ണുവിൻ്റെ ആ ടവലും പിടിച്ചുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കണ്ണീരോടുകൂടി പണ്ടത്തെ കാര്യങ്ങൾ ശാലിനിയും ഓർക്കുവാണ്. ഈ സമയം വിഷ്ണുവിൻ്റെ അരികിലേക്ക് പപ്പിമോള് വരുക. എന്നിട്ട് ആ കൊലുസ് മേടിച്ചിട്ട് പറയണേ, ഹായ് വിഷ്ണു വെച്ച, ഇത് ആരുടെ ഈ കൊലുസ്? അന്നേരം വിഷ്ണു പറയണേ, ഇത് വിഷ്ണു വെച്ചിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെയാ. അന്നേരം പപ്പിമോള് ചോദിക്കണേ, ആളെ പപ്പിമോൾക്ക് എപ്പോഴാണ് കാണിച്ചു തരുന്നത്? ഉടനെ കാണിച്ചു തരും മോളെ, ഉടനെ ആൾ എത്തും, അപ്പോൾ മോളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അന്നേരം പപ്പിമോള് പറയണേ, വിഷ്ണു അച്ഛന് ഇഷ്ടപ്പെട്ട ആൾ ഉടനെ തന്നെ വരും, ആളെ ഉടനെ തന്നെ പപ്പിമോൾക്ക് കാണാനും പറ്റും. വിഷ്ണു അച്ഛൻ്റെ സന്തോഷമായില്ലേ? അന്നേരം വിഷ്ണു പപ്പിമോളെ ഇങ്ങനെ മടിയിലിരുത്തിയിട്ട് ഒരു
നെറ്റിയിലൊരു ഉമ്മ കൊടുക്കുവാണ് കേട്ടോ. പിന്നീട് ശാലിനിയാണ് കാണിക്കുന്നത്. ഈ സമയം സത്യമോള് ശാലിനിക്കരികിലേക്ക് എത്തുക. അമ്മേ അമ്മ എന്താ കരയുവാണോ? കണ്ണീര് വരുമ്പോൾ തുടക്കാനല്ലേ ഈ കൈലേസ് വെച്ചിരിക്കുന്നത്? അങ്ങനെ പറഞ്ഞ് ആ ടവല് മേടിച്ച് ശാലിനിയുടെ കണ്ണീരൊക്കെ തുടക്കുവാണ് കേട്ടോ. അന്നേരം ശാലിനിക്ക് കൂടുതൽ സങ്കടമാകുവാണ്. ശാലിനി എന്നിട്ട് ആ ടവല് മേടിച്ചിട്ട് പറയണേ, അതെ മോള് പറഞ്ഞത് ശരിയാ, അമ്മയുടെ കണ്ണുനീര് ഈ കൈലേസ് കൊണ്ട് തന്നെയാണ് തുടക്കേണ്ടത്. അമ്മ എന്തിനാ കരഞ്ഞത് എന്ന് സത്യം ചോദിക്കുമ്പോൾ ശാലിനി പറയണേ, സങ്കടം വരുമ്പോൾ മാത്രമല്ല നമുക്കൊത്തിരി സന്തോഷം വരുമ്പോഴും കണ്ണ് നിറയാറുണ്ട്. അമ്മയുടെ അച്ഛൻ്റെയും അമ്മയുടെയും ചേച്ചിയുടെയൊക്കെ അരികിലെത്തിയില്ലേ, അതിൻ്റെ സന്തോഷത്തിലാ. അന്നേരം സത്യമോള് ചോദിക്കണേ, അച്ഛൻ്റെയോ? അച്ഛൻ്റെ അരികിൽ നമ്മൾ എന്നാ പോകുക അമ്മേ? അന്നേരം ശാലിനി സത്യമോളെ മടിയിലിരുത്തി പറയണേ, അച്ഛൻ്റെ അരികിലേക്കും നമ്മൾ ഉടനെ പോകും, അച്ഛനെ നമ്മൾ ഉടനെ കാണും. എന്താ മോൾക്ക് സന്തോഷമായില്ലേ? അങ്ങനെ പറഞ്ഞ് സത്യേനെ ചേർത്ത് പിടിക്കുവാണ് കേട്ടോ ശാലിനി. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന ഗോപാലിനെയാണ്. ഈ സമയം ശാന്ത സത്യമോൾക്ക് വേണ്ടിയിട്ടുള്ള ടിഫിനൊക്കെ റെഡിയാക്കി പുറത്തേക്ക് വരുമായിരിക്കും. സത്യമോൾക്ക് ഭക്ഷണത്തിനായിട്ട് ചക്കക്കറിയും വേറെന്തോ കറിയൊക്കെ തയ്യാറാക്കിയ കാര്യം ഗോപാലിനോട് പറയുക. അന്നേരം ഗോപാലൻ പറഞ്ഞേ, ശാന്തേ, സത്യമോളുടെ ഇഷ്ടവും കൂടി ചോദിച്ചിട്ട് അവൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. അവള് ഒറീസയിലും പഞ്ചാബിലും ഒക്കെ നിന്നല്ലേ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതുപോലുള്ള ഭക്ഷണമൊന്നും ഇഷ്ടാവില്ല. പിസയും ബർഗറും അങ്ങനെയുള്ള ഭക്ഷണമൊക്കെ അല്ലേ കഴിക്കുന്നത്. ഇന്നാണെങ്കിൽ ആദ്യത്തെ ദിവസമല്ലേ സ്കൂളിൽ പോകുമ്പോൾ, അപ്പം മോളുടെ ഇഷ്ടമല്ലേ നോക്കേണ്ടത്. അയ്യോ ഞാനിതൊന്നും ഓർത്തില്ല. എന്താണെങ്കിലും നാളെ മുതൽ സത്യമോളോട് ചോദിച്ചിട്ട് ഞാൻ എന്ത് ഭക്ഷണം ഉണ്ടാക്കൂ. അന്നേരം ഗോപാലൻ പറയണേ, എന്താണെങ്കിലും ഇന്നത്തേക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും ഭക്ഷണം വാങ്ങിപ്പിക്കാം. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന ഈ സമയത്ത് ശാലിനി അങ്ങോട്ടേക്ക് വരുക. അപ്പോൾ ശാലിനിയോട് ശാന്ത പറയണേ, മോളെ സത്യമോൾക്ക് വേണ്ടി ഇന്ന് പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങുമോ? ഇവിടെ ഞാൻ ചക്കക്കറിയൊക്കെ ഉണ്ടാക്കിയത്, അതൊന്നും ചിലപ്പോൾ സത്യമോൾക്ക് ഇഷ്ടമായില്ലെങ്കിലോ? അന്നേരം ഗോപാലനും പറയുന്നുണ്ട്, അതെ ഇപ്പോഴത്തെ കുട്ടികളല്ലേ, അവർക്ക് പിസ്സ ബർഗർ അങ്ങനെയുള്ള ഫുഡിനോടൊക്കെയുള്ളൂ കൂടുതൽ താല്പര്യം. ശാന്ത പറയുക, ഇന്നത്തെ ഒരു ദിവസം പുറത്തുനിന്ന് വാങ്ങിക്കും മോളെ, നാളെ മുതൽ സത്യമോളോട് ചോദിച്ചിട്ട് ഞാൻ എന്ത് ഭക്ഷണം ഉണ്ടാക്കൂ. അന്നേരം ശാലിനി പറയണേ, ഏയ് അതൊന്നും വേണ്ട, സത്യയോട് ഭക്ഷണത്തിൻ്റെ കാര്യമൊന്നും ചോദിക്കണ്ട. ഇവിടെ എന്ത് ഭക്ഷണമാണോ ഉണ്ടാക്കുന്നത് അത് തന്നെ അവൾക്ക് കൊടുത്താൽ മതി. അവളുടെ അമ്മയും ഇവിടുത്തെ ഈ ഭക്ഷണം കഴിച്ച് തന്നെയല്ലേ വളർന്നത്, അതുപോലെ തന്നെ മതി. എൻ്റെ മോളും അതേപോലെ തന്നെ ഭക്ഷണം കഴിച്ച് വളർന്നാൽ മതി. ഒറീസയിലും പഞ്ചാബിലൊക്കെ ആയിരുന്നപ്പോൾ അവിടുത്തെ ഭക്ഷണം എന്താണോ ആ രീതിയിലോട് പൊരുത്തപ്പെട്ടാണ് ജീവിച്ചത്. ചില സമയത്ത് തീവ്രവാദ ഭീഷണി കാരണം പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ പച്ചവെള്ളം കുടിച്ച് മാത്രമാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. അതൊക്കെ എൻ്റെ മോളും ശീലിക്കണം. ഇവിടുത്തെ തൊടിയിലെയും തോപ്പിലെയും കിഴങ്ങും കപ്പയൊക്കെ കഴിച്ച് തന്നെ ഞാനും വളർന്നത്. എൻ്റെ ബുദ്ധിക്ക് ഒരു കുഴപ്പമില്ലല്ലോ. ഇന്ന് മോളുടെ ടിഫിനായിട്ട് എന്താ ഉണ്ടാക്കിയത്? നേരം ശാന്ത പറയണേ, കപ്പക്കറിയും സക്കു ഉപ്പേരിയും എന്നൊക്കെ പറയുവാണ്. പിന്നെ സത്യമോൾക്ക് വേണ്ടി എരിവ് കുറച്ചാണ് ഉണ്ടാക്കിയത്. ആ സമയം ശാലിനി പറയണേ, നാളെ തൊട്ട് എല്ലാവർക്കും കൊടുക്കുന്നത് പോലെ എരിവും ഉപ്പും ഒക്കെ ഇട്ട് ഭക്ഷണം ഉണ്ടാക്കിയാൽ മതി. അവളും ഇതൊക്കെ ഇപ്പം തന്നെ കഴിച്ച് ശീലിക്കണം. സത്യേ, നീ ഇതുവരെ റെഡിയായില്ലേ? മോളെ സത്യേ എന്ന് പറഞ്ഞ് വിളിക്കുവാണ് കേട്ടോ. അന്നേരം സത്യ ഓടി അങ്ങോട്ടേക്ക് എത്തുവാണ്. പിന്നാലെ ശാരദയും വരുന്നുണ്ട്. സത്യ പറയണേ, എന്തിനാ എപ്പോഴും സത്യ സത്യ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്? എനിക്ക് എന്തിനാ പേരിട്ടത്? പെട്ടെന്ന് കേൾക്കുമ്പോൾ സദ്യയാണോന്ന് ആൾക്കാർ തെറ്റിദ്ധരിക്കും. അന്നേരം ശാലിനി പറയണേ, മോളുടെ അച്ഛമ്മയുടെ പേരല്ലേ അത്? അച്ഛമ്മയോട് അമ്മക്കുള്ള ഇഷ്ടം കാരണമല്ലേ മോൾക്ക് ആ പേരിട്ടത്? എന്നിട്ട് എനിക്കെന്താ ആ അച്ഛമ്മേനെ കാണിച്ചു തരാത്തത് എന്ന് സത്യ ചോദിക്കുക. അന്നേരം ശാലിനി പറയണേ, അതിനെന്താ, അച്ഛമ്മയെ ഒരു ദിവസം കാണിച്ചു തരാം. അപ്പോൾ അച്ഛനെയോ? ആ ചോദ്യം കേട്ട് എന്തുത്തരം പറയണമെന്നറിയാതെ നിൽക്കുന്ന ശാലിനിയെ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് തീരുവാണ്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്